പിള്ളേരുടെ കാര്യം ഇനിയും വെച്ച് താമസിപ്പിക്കണ്ടെന്നാ എൻ്റെ ആഗ്രഹം. അച്ചു ഇപ്പോൾ ജോലിയിൽ കയറി. ഉണ്ണിയും അതെ. ഗോപുവിനും പാർവിനും കല്യാണത്തിന് പറ്റിയ സമയവും ഇപ്പോഴാണ്. മുത്തശ്ശി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒന്ന് നോക്കി. അത്താഴം കഴിഞ്ഞ് ഒരുമിച്ചിരിക്കുന്ന സമയമാണിപ്പോൾ. ആ സമയമാണ് ഇങ്ങനെയൊരു വിഷയം എടുത്തിട്ടത്. കല്യാണക്കാര്യം പറഞ്ഞതേ 4 പേരുടെയും മിഴികളൊന്ന് തിളങ്ങി. മനസ്സാലെ 4 മുത്തശ്ശിക്ക് നന്ദി പറഞ്ഞു. അല്ലി അവർക്ക് നടുവിലായി ഇരുന്ന് 4നെയും കളിയാക്കി വിടുന്നുണ്ട്. അവർക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് എതിർപ്പാണമ്മേ? ദേവച്ചൻ പറഞ്ഞതേ ബാക്കിയുള്ളവരും അത് ശരിവെക്കുന്നത് പോലെ 4നെയും നോക്കി. അവരുടെ മുഖത്തെ തിളക്കം മാത്രം മതിയായിരുന്നു ഉള്ളിൽ എന്താകുമെന്ന് ഊഹിക്കാൻ. മക്കളെല്ലാം എന്നും ഒരുമിച്ചുണ്ടാവണമെന്നാഗ്രഹിക്കുന്ന അച്ഛനമ്മമാർക്ക് അതിൽ പരം മറ്റു സന്തോഷം വേറെ എന്താണ്? എന്നാൽ പിന്നെ അധികം വൈകാതെ തന്നെ ജോത്സ്യനെ ചെന്ന് കാണാം നമുക്ക്. പരസ്പരം അറിയുന്നവരായതുകൊണ്ട് നിശ്ചയത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. മഹിയച്ചനും തൻ്റെ അഭിപ്രായം പറഞ്ഞു. എല്ലാവരും ഓരോ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോഴും ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിലാണ് മാധവിൻ്റെ ഇരുത്തം. ഇടയ്ക്കിടയ്ക്ക് അല്ലിയുടെ ശബ്ദം കേൾക്കുമ്പോൾ മാത്രം മുഖമുയർത്തി അവളെ കൂർപ്പിച്ചു നോക്കും. തിരികെ ഒരു നോട്ടം പോലും തനിക്ക് നേരെ ഇല്ലെന്നറിയുമ്പോൾ ദേഷ്യം കൊണ്ട് പരിഭവം കൊണ്ടും അവൻ്റെ മുഖമൊന്ന് വീർക്കും. ഏട്ടന്മാരുടെയും ചേച്ചിമാരുടെയും കല്യാണക്കാര്യത്തിനിടയിൽ അല്ലി ഇതൊന്നും കണ്ടതുമില്ല. അതേ മുത്തശ്ശി, എനിക്കൊരു കാര്യം പറയാനുണ്ടേ. അല്ലി പറഞ്ഞതും എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്കായി. എന്താ മോളെ? എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞുള്ള വെക്കേഷൻ ടൈമിൽ മതിയേ കല്യാണം. ഇല്ലെങ്കിൽ എനിക്ക് ശരിക്കും അടിച്ചു പൊളിക്കാൻ പറ്റില്ല. അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. എൻ്റെ അല്ലീസിൻ്റെ സൗകര്യം നോക്കിയിട്ട് ഏട്ടന്മാർ കെട്ടു. അച്ചു ഒരു ചിരിയോടെ അവൾക്കരികിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞതും മറു സൈഡിലായി ഉണ്ണിയും വന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതേ എന്ന് തലയനക്കി. പിന്നെ ഉണ്ടല്ലോ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഗോപു എന്തോ പറയാൻ തുടങ്ങിയതേ ചെക്കൻ്റെ അലർച്ച വന്നു. പറയാൻ വന്നത് അതേപോലെ വിഴുങ്ങിക്കൊണ്ട് അവൾ നല്ല കുട്ടിയായി ഇരുന്നിടത്ത് തന്നെ ഇരുന്നു. എന്നുമുള്ള പതിവാണെങ്കിലും കേട്ട് കേട്ട് പരിചയമായെങ്കിലും ആസ്ഥാനത്തുള്ള അവൻ്റെ അലർച്ചയിൽ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയിരുന്നു എന്നുള്ളതാണ് സത്യം. നിനക്ക് എന്തടച്ചക്ക മനുഷ്യനെ പേടിപ്പിക്കാൻ? ദേവിയമ്മ അവനെ നോക്കി കണ്ണുരുട്ടിയതേ അല്ലിയെ ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ മുകളിലേക്ക് കയറി. എന്നാൽ പിന്നെ ഇനി ഇരുന്ന് വൈകണ്ട, ബാക്കിയെല്ലാം ഇനി നാളെ പറയാം. മുത്തശ്ശി പറഞ്ഞുകൊണ്ട് ചെയറിൽ നിന്നും എഴുന്നേറ്റതും ദേവിയമ്മ വന്ന് ആ കയ്യിൽ പിടിച്ച് സഹായിച്ചു. എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയതും അല്ലി ഒരു വെപ്രാളത്തോടെ കുറച്ച് സമയം ചുറ്റിത്തിരിഞ്ഞു. നേരത്തെ പോയവൻ തന്നോടുള്ള ദേഷ്യം കാരണമാണ് എന്ന നോട്ടത്തിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു. മുകളിലേക്ക് പോണോ അതോ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോണോ എന്നുള്ള ചിന്തയിൽ ആലോചിച്ച് നഖം കടിച്ചുകൊണ്ട് നിന്നു. കുറച്ചു സമയത്തിനകം മുന്നിലായി വന്നു നിൽക്കുന്നവൻ്റെ സാന്നിധ്യം അറിയെ മുഖമൊന്ന് ഉയർത്തി നോക്കിയവൾ. ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നവൻ ഇരു കവിളും വീർപ്പിച്ച് പിടിച്ച് മൂക്കിൻ തുമ്പെല്ലാം ചുവന്നു. ഒരു നിമിഷം ഉടലൊന്നാകെ ഒരു മിന്നൽ പാഞ്ഞുപോയതുപോലെ നിന്നുപോയവൾ. ദേവാ, ഞാൻ... അല്ലി എന്തോ പറയാനായി വാ തുറന്നതും പെണ്ണിൻ്റെ തൂക്കിയെടുത്ത് തോളിലിട്ട് മുകളിലേക്കുള്ള പടികൾ കയറി തുടങ്ങി മാധവ്. ഒരക്ഷരം പോലും എതിർത്ത് പറയാതെ മിഴികൾ ഇറുക്കെ അടച്ച് അവരുടെ തോളിൽ മുഖം അമർത്തി വെച്ചുകൊണ്ട് അല്ലിയും. എതിർത്തിട്ടും കാര്യമില്ല. ഉറങ്ങാൻ പോയവരെയെല്ലാം ഉണർത്തി അലറി വഴക്കുണ്ടാക്കും ചെക്കൻ. എത്രയേറെ അനുഭവങ്ങളാണിങ്ങനെ. മാധവിൻ്റെ റൂമിനുള്ളിലേക്കാണ് അവളുമായി അവൻ കയറിയത്. വാതിൽ കാലുകൊണ്ട് ചവിട്ടി അടച്ച് അവളുമായി ബെഡിലേക്ക് കിടന്നവൻ. ഏറെ നേരം ഒരു വാക്ക് പോലും പറയാതെ മൗനത്തെ കൂട്ടുപിടിച്ചു രണ്ടുപേരും. അല്ലെങ്കിൽ എന്തു പറയണമെന്ന് അറിയില്ല എന്നതാണ് സത്യം. എത്രയൊക്കെ ഒളിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടും ഉള്ളിലുള്ള പ്രണയം അതിൻ്റെ കെട്ടുകൾ പൊട്ടിച്ച് പുറത്തേക്ക് ഒഴുകിപ്പോകുന്നു. പിണക്കാണോ ദേവ? കുറച്ചു സമയം നീണ്ടു നിന്ന മൗനത്തെ ഭേദിച്ച് പെണ്ണൊന്ന് തിരിഞ്ഞ് അവൻ അഭിമുഖമായി കിടന്നുകൊണ്ട് ചോദിച്ചു. നിനക്കെനിഷ്ടമല്ലേ പ്രകൃതി? ഇമകൾ ചിമ്മാതെയുള്ള ആ ചോദ്യത്തിൽ അവൾക്കുള്ളമൊന്ന് വിറച്ചുപോയി. ഉത്തരം പറയാൻ ഒരു വെപ്രാളം പോലെ. ദേവാ, ഉത്തരം പറ. എനിക്കേറെ ഇഷ്ടം നിന്നെയല്ലേ? ആരെക്കാളും? അതേനേ, നിന്റെ അമ്മ, അച്ഛൻ, എല്ലാവരെക്കാളും? വീണ്ടും ഒരു ഉറപ്പിനെന്ന പോലെ അവൻ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും പെണ്ണിൻ്റെ അതിരങ്ങളൊന്ന് വിടർന്നുപോയി. ആ ചോദ്യത്തിന് ഉത്തരമായി എന്തോ പറയാനൊരുങ്ങിയതും പിന്നൊരു കള്ളച്ചിരിയോടെ എന്തോ ഓർത്തുകൊണ്ട് അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നവൾ. അവൻ്റെ മിഴികളിലുണ്ടായ പിടച്ചിൽ നേരിട്ട് കണ്ടു അല്ലി. ഉള്ളിലെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കുന്നത് പോലെ. ഒരു വിരൽ അകലം മാത്രമേ ഉള്ളൂ ഇരുവർക്കുമിടയിൽ. കണ്ണിൽ ഒരു കടലോളം കുറുമ്പും പ്രണയവും നിറച്ചുകൊണ്ട് അവനെ നേർത്തൊരു ചിരിയോടെ അല്ലി നോക്കി. എനിക്കുത്തരം കിട്ടിയില്ല. അവൾ അരികിൽ ചേർന്നപ്പോൾ ഉയർന്നുപോയ പിടപ്പിനെ നിയന്ത്രിച്ചുകൊണ്ട് വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു മാധവ്. എനിക്കൊരു ഉമ്മ തന്ന പറയാം. പതിയെ, അത്രയും പതിയെ ആർദ്രമായ വാക്കുകൾ. നെഞ്ചിലെന്തോ കൊണ്ട് അടിച്ചതുപോലെ തറഞ്ഞു പോയവൻ
ദേഷ്യക്കാരനായ എടുത്തുചാട്ടക്കാരനായ മാധവിന് ഉത്തരം മുട്ടിപ്പോയ അവസ്ഥ. പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ച് അവനെ കുറുമ്പോടെ നോക്കിക്കിടന്നവൾ. നീ കേട്ടില്ലേ ദേവാ? നേർത്തൊരു ചിരിയോടെ അവൻ്റെ ചുവന്ന അതരങ്ങളിലേക്ക് ഉറ്റുനോക്കിയ എല്ലി. AC-യുടെ കുളിരിലും നന്നേ വിയർത്തു പോയവൻ. ദേവാ, മിണ്ടാതെ കിടക്കടി, നാളെ സ്കൂളിൽ പോവാനുള്ളതാ. ഉള്ളിലെ പതർച്ച മാറ്റിവെച്ച് ചെക്കൻ അലറിയതും അവൻ്റെ നെഞ്ചിലേക്കായി മുഖം പൂഴ്ത്തിവെച്ചു മിഴികൾ ഇറുകെ അടച്ചു കളഞ്ഞു എല്ലി. ഒന്ന് പകച്ചു പോയെങ്കിലും ഇനിയും അകറ്റി നിർത്താനാവാതെ അവളെ തന്നിലേക്കായി അടക്കി പിടിച്ചുകൊണ്ടവനും. ആ നിമിഷം അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്നൊരവസ്ഥ. പറയാതെ പറയുന്ന പ്രണയത്തിന് മധുരമേറെയാണ്.